ഭഗവാനെ മാത്രം വിചാരിച്ച് ആരാണോ ഉപാസിക്കുന്നത്, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ആരാണോ ഉപാസിക്കുന്നത്, ആ ഭക്തനെ തീർച്ചയായും ഞാൻ ഈ മൃത്യു സാഗരത്തിൽ നിന്നും മോചിപ്പിക്കും. അപ്പോൾ ഭഗവാൻ ആദ്യത്തെ ഉത്തരം പറഞ്ഞു. ഭഗവാനെ മാത്രം ആലോചിച്ച് ഭഗവാനെ ഉപാസിച്ച് വരുന്ന ഭക്തനെ ഞാൻ ആ ഭക്തനും ശ്രേഷ്ഠനാണ്. അപ്പോൾ ആ ഭക്തൻ യോഗികളെക്കാൾ പൂർണ്ണത നേടിയവരാണ് എന്ന് പറഞ്ഞു. യോഗികൾ പൂർണ്ണത നേടിയ ആളുകളാണ്, യോഗികളെക്കാൾ പൂർണ്ണത നേടിയവരാണ് അങ്ങനെയുള്ള ഭക്തൻ. പിന്നെ ഭഗവാൻ പറയുന്നു, ആരാണോ അവ്യക്തമായതും, നമ്മളുടെ ബുദ്ധിക്ക് വ്യക്തമല്ലാത്തതും നമ്മളുടെ ചിന്തയ്ക്കപ്പുറമായതും അചിന്ത്യമായതും അവ്യക്തമായതും സ്ഥിരമായതും മാറ്റമില്ലാത്തതുമായ പരബ്രഹ്മത്തെ ആരാധിക്കുന്നത്. ഈ യോഗികളായിട്ടുള്ള ആളുകൾ അവർ ബ്രഹ്മത്തെ ആരാധിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക രൂപമില്ല, അത് അവ്യക്തമാണ്. അപ്പം നമ്മളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ്. അങ്ങനത്തെ ഉള്ളൊരു ഭാവത്തെ എല്ലാ ജീവികൾക്കും നല്ലത് വരണം, ഹിതം വരണം എന്ന് ആഗ്രഹിച്ച് ആരാണോ ബ്രഹ്മത്തെ ആരാധിക്കുന്നത് അവരും എനിക്ക് പ്രിയപ്പെട്ട ഭക്തനാണ്.